ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സാരി ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ ഇറക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഷോൾഡർ ആൻഡ് നെക്ക് വിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു സാരി ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ നെക്ക് മലന്ന് പോകുക, ഈ രണ്ട് പ്രോബ്ലംസാണ് മെയിനായിട്ട് എല്ലാവർക്കും വരാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പാക്കാതെ കാണണം. ഞാൻ ഷോൾഡറും ആം ഹോളും നെക്കും എങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് വരച്ചും കൂടി കാണിക്കുന്നുണ്ട്. ബ്ലൗസ് കട്ടിങ് മെഷർമെൻറ്റ് ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതാണിത്. അതായത് നമ്മൾ ചെസ്റ്റ് 28 കൊടുക്കുമ്പോഴത്തേക്കും നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. 28 ചെസ്റ്റ് കൊടുക്കുമ്പോൾ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. ഷോൾഡർ 4.5 വരും. അതുപോലെ ആം ഹോളും 4.5 വരും. ഇങ്ങനെയാണ് നമ്മൾ 28 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നെക്ക് വിഡ്ത്തും ഷോൾഡറും ആം ഹോളും കൊടുക്കേണ്ടത്. ഇതിപ്പോൾ എല്ലാ ചെസ്റ്റ് അളവുള്ളവർക്കും ഈ ഒരു മെത്തേഡിൽ തന്നെ കൊടുത്താൽ മതിയാവും. ഇത് കറക്റ്റായിട്ടുള്ളൊരു ബ്ലൗസ് കട്ടിങ് മെഷർമെൻറ്റ് ചാർട്ടാണ്. 30 ചെസ്റ്റ് അളവുള്ളവർക്ക് 2 ഇഞ്ച് തന്നെയാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. അതുപോലെ ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോള് 5 ഇഞ്ച്. 32 ചെസ്റ്റ് സൈസിന് 2.25 ആണ് നെക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത്. അതായത് 2.25. ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോളും 5 ഇഞ്ച്. അപ്പോൾ നമ്മളിത് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സീം അലവൻസ് ഒക്കെ പോയിട്ട് കറക്റ്റ് എങ്ങനെ ഷോൾഡർ മെഷർമെൻറ്റ് വരുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ ഈ ചാർട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 30 സൈസ് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ സാരി ബ്ലൗസിന് നെക്ക് വിഡ്ത്ത്, ഷോൾഡർ, ആം ഹോള് ഇത് മൂന്നും എങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാമെന്നുള്ളത് ഒരു പേപ്പറിൽ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ 30 സൈസ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 30 സൈസ് വരുമ്പോഴത്തേക്കും നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച്, ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോള് 5 ഇഞ്ച്. ഇങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ തീരെ വണ്ണമില്ലാത്ത അല്ലെങ്കിൽ ഷോൾഡറിന് തീരെ വിഡ്ത്ത് കുറവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 5-ന് പകരം ഒരു 4.25 ഒക്കെ കൊടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ബോഡി നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. തീരെ വണ്ണമില്ലാത്ത ആൾക്കാർക്ക് ഷോൾഡറും നെക്കും ഒക്കെ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കണം, ഒരു 1/4 ഇഞ്ച് ഇതിനേക്കാളൊക്കെ. ഞാനിവിടെ ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ആം ഹോളും 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കുവാണ്. ഇവിടെ നിന്ന് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 30/4 7.5 ആണ് ചെസ്റ്റ് മെഷർമെൻറ്റായിട്ട് ഒരു സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ 7.5 അടയാളപ്പെടുത്തിയിടുവാണ്. ആം ഹോൾ 1.5 ആണ് കൊടുക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റാണ് ഈ പറയുന്നത്. ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഷോൾഡറും നെക്ക് വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആം ഹോൾ ഷേപ്പ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഞ്ച് കർവ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നെക്ക് വരയ്ക്കുമ്പോഴും റൗണ്ട് നെക്കൊക്കെ ആണെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ആം ഹോളൊക്കെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 30 സൈസ് ചെസ്റ്റ് അളവിന് ഒരു 14 ആം ഹോൾ വേണ്ടതെന്ന് വിചാരിച്ചോളൂ. അപ്പോഴത്തേക്കും ഈ 14 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പോഴത്തേക്കും അതിന് പോകും. ടോട്ടൽ 3/4 ഇഞ്ച് നമുക്കിവിടെ മുകളിൽ നിന്ന് പോകും. ഈ ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് ഒരു 1/2 ഇഞ്ച് നീക്കി പിടിച്ചിട്ട് വേണം നമ്മളിങ്ങനെ റൗണ്ടിലൊന്ന് അളന്ന് നോക്കണം ടേപ്പ് വെച്ചിട്ട്. 14ൻ്റെ പകുതി 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് ഒരു 7 ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ആം ഹോളും ഷോൾഡറും കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ നെക്ക് വിഡ്ത്ത് ഇവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്കി നമുക്കിവിടെ ബാലൻസ് 3 ഇഞ്ചും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും പോകും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പോകും. പിന്നെ ബാലൻസ് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.25 ആണ്. അതായത് 2.25 പിന്നെ ബാക്കി ബാലൻസ് ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു വിഡ്ത്തായിട്ട് കിട്ടുന്നത്.
ഇനി ഞാനിവിടെ ഒരു 8 ഇഞ്ച് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യുവാണ്. പിന്നെ ഇവിടെ മുകളിൽ നമ്മൾ 2 ഇഞ്ച് കൊടുത്തപ്പോഴത്തേക്കും താഴെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യണം. അതായത് മുകളിൽ 2 കൊടുത്തപ്പോഴത്തേക്കും താഴെ 2.5 വേണം നെക്ക് വിഡ്ത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ നിന്ന് ഈ 2 ഇഞ്ചിൽ നിന്ന് ഈ 2.5യിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചിലേക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്, 2.25 പോകരുത്. ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് തന്നെ ആം ഹോളും നെക്കും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കുക. ഫ്രീ ഹാൻഡായിട്ട് ഷേപ്പ് ചെയ്യുന്നതിൽ നല്ലത് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ബാക്ക് നെക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കും. അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഷോൾഡർ സ്ലോപ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകും. നെക്കും ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ആം ഹോളിൻ്റെ ഭാഗവും ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഇനി നിങ്ങൾ ഇത് ഫ്രണ്ട് നെക്കിൽ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2 ഇഞ്ചാണ് ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് നെക്കിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരു 2.25 വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഷോൾഡർ 5.25 വേണം മാർക്ക് ചെയ്യാനായിട്ട്. 1/4 ഇഞ്ച് നമ്മൾക്ക് മറ്റേ ഐയും ഹുക്കും ഒക്കെ വെക്കാനുള്ള പടി തയ്ക്കേണ്ടതാണ്. തീരെ വണ്ണമില്ലാത്തവർക്കും അതുപോലെ തന്നെ നെക്ക് ലെങ്ത് നന്നായിട്ട് ഇറക്കി കൊടുക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ ഷോൾഡറിൻ്റെ പിന്നെ നെക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റൊക്കെ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഇതൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ബിഗിനേഴ്സൊക്കെ ഈ ഒരു ചാർട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ 30 ആണ് ചെയ്തത്. 32 ആകുമ്പോഴത്തേക്കും 2.25 ആണ് നെക്ക് വിഡ്ത്ത്, ഷോൾഡർ 5, ആം ഹോളും 5. 34 വരുമ്പോഴത്തേക്കും 2.5 വരും നെക്ക് വിഡ്ത്ത്, ഷോൾഡറും ആം ഹോളും 5.5 വരും. അതുപോലെ 36 വരുമ്പോഴത്തേക്കും 2.5 തന്നെയാണ് നെക്ക് വിഡ്ത്ത്, ഷോൾഡറും ആം ഹോളും 5.5. 38 വരുമ്പോൾ 3, 6, 6. 40 വരുമ്പോൾ 3, 6, 6. പിന്നെ 42 വരുമ്പോഴത്തേക്കും 3 ആണ്. പിന്നെ 6.5, 6.5. 44 വരുമ്പോഴത്തേക്കും 3.25, 6.5, 6.5. 46 വരുമ്പോഴത്തേക്കും 3.25, 6.5, 6.5. ഇങ്ങനെയാണ് നമ്മുടെ മെഷർമെൻറ്റ് ചാർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് നോക്കിയിട്ട് നെക്കും ഷോൾഡറും ആം ഹോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് അളവിലുള്ളവർക്കാണെങ്കിലും കറക്റ്റായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വണ്ണം തീരെ ഇല്ലാത്തവർക്ക് മാത്രം ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മൾ നെക്ക് ഇറക്കി വെട്ടുമ്പോഴത്തേക്കും അതായത് നെക്ക് ഇറക്കി കൊടുക്കും തോറും ഷോൾഡറും നെക്ക് വിഡ്ത്തും കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, വേറൊന്നുമില്ല. അതുപോലെ തന്നെ ആം ഹോൾ നമ്മൾ വരച്ചിട്ട് ഇതുപോലെ അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ടല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത് ഒന്നുകൂടി ആം ഹോൾ ഷേപ്പ് വരച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. ഇപ്പോൾ 16 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. ആം ഹോളൊക്കെ കറക്റ്റ് ആയാൽ നമ്മുടെ നെക്കും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഭാഗത്തൊക്കെ ചുളിവുകളില്ലാതെ ബ്ലൗസ് നല്ല ഭംഗിയായിട്ടും പെർഫെക്റ്റായിട്ടും കിട്ടത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ ഒരു മെഷർമെൻറ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. കാരണം ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് ബ്ലൗസൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെഷർമെൻറ്റ് ചാർട്ടാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.